ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇൻജാസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ എങ്ങനെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇൻജാസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇൻജാസ്റ്റ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് നമ്പറും ഇക്കാമ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. അതില്ലാത്തവർക്ക് ഏത് മദാർ കാർഡ് ഉപയോഗിച്ചും ഏത് ബാങ്കിൻ്റെ മദാർ കാർഡ് ഉപയോഗിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കാമ നമ്പറും മൊബൈൽ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഇൻജാസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ അറബിയിലായിരിക്കും കാണാൻ സാധിക്കുക. അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി ഏറ്റവും മുകളിലായി അറബി ലെറ്റർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനെയുള്ള ലാംഗ്വേജിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇൻജാസ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് നമ്പറും അതുപോലെ ഇക്കാമ നമ്പർ, മൊബൈൽ നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇൻജാസ് ബാങ്കിൻ്റെ ATM കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നേരെ ഹോം പേജിൽ വന്നതിന് ശേഷം ഏറ്റവും മുകളിലായി ക്വിക്ക് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെയും മദാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതിനായി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇക്കാമയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരും. നിങ്ങൾക്ക് ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ടാപ്പ് ടു ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറിയൊക്കെ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട്. ആ ബെനിഫിഷ്യറിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ആഡ് ബെനിഫിഷ്യറി എന്നൊരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻജാസ് ഈസി, വെസ്റ്റേൺ യൂണിയൻ, അതുപോലെ ട്രാൻസ്ഫെസ്റ്റ്, സ്വിഫ്റ്റ് എന്നീ രീതിയിലുള്ള ബെനിഫിഷ്യറി ആഡ് ചെയ്ത് നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇൻജാസ് ഈസി എന്നുള്ള ടാബാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സെലക്ട് റെമിറ്റൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്യാഷ് ബാക്കപ്പ് ആണെങ്കിൽ ക്യാഷ് റെമിറ്റൻസ് എന്നുള്ള അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ടിലേക്കാണെങ്കിൽ റെമിറ്റൻസ് ടു അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺട്രി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കൺട്രി ഏതാണോ ആ ഒരു കൺട്രി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് താഴെ ബാങ്ക് ഹെഡ് ഓഫീസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ബാറുണ്ട്. അതിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിന് തൊട്ട് താഴെ ബ്രാഞ്ച് സിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണോ ആ ഒരു ബ്രാഞ്ച് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിന് തൊട്ട് താഴെ ബ്രാഞ്ച് നെയിം എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് അവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ബാങ്ക് IFSC എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ സെലക്ട് കറൻസി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബെനിഫിഷ്യറി നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിലുള്ള പേര് എന്താണോ ആ ഒരു പേര് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ബെനിഫിഷ്യറിയുടെ അക്കൗണ്ട് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെ റിലേഷൻഷിപ്പ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആണെങ്കിൽ പേഴ്സണൽ സെലക്ട് ചെയ്യാം. ഫാമിലിയോ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിക്ക് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പേര് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു പേര് ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഒരു ബോക്സാണ്. അവിടെ നിങ്ങളുടെ ഇന്ത്യൻ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് വരുത്തിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് ഓപ്പനായി വരും. ഇതിൽ പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ബാങ്ക് അൽബിലാദുമായി ഡയറക്റ്റ് കണക്ഷനുള്ള ബാങ്കല്ല. അപ്പോൾ ഒരു ചെറിയൊരു ചാർജ് ഈടാക്കുമെന്നാണ് ഇതിൽ പറയുന്നത്.
അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒറ്റ പേജിൽ വരുന്നുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ച് നോക്കി കൺഫേം ചെയ്യാനായി ഏറ്റവും താഴെ ഒരു റൗണ്ടിൻ്റെ ഐക്കൺ കാണാം. അത് വലതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് ചെയ്യാനുള്ള പേജ് ഓപ്പണായി വരും. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ മൊബൈൽ നമ്പർ എല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം ആക്റ്റീവ് എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഒരു ബോക്സിൽ 4 നമ്പറുകൾ കാണാൻ സാധിക്കും. ആ നമ്പറുകൾ ഓർത്ത് വയ്ക്കുക. ഇൻഡസ് ബാങ്കിൽ നിന്ന് ഒരു കോൾ വരുന്നതാണ്. ആ കോൾ എടുത്ത് ഈ നമ്പർ അമർത്തി കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ആക്ടിവേഷൻ ആവുന്നതാണ്. എൻ്റെ ബെനിഫിഷ്യറി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞു. കോൾ ഓട്ടോമാറ്റിക്കായി കട്ടായി പോകും. ഇനി നിങ്ങൾക്ക് ഇൻഡസ് ബാങ്കിൽ നിന്നും ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്ന് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.